കർണാടകയിൽ അധികാരത്തിലെത്തിയതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഗതാഗതം നിയന്ത്രിക്കരുതെന്ന കർശന നിർദ്ദേശം നൽകി സിദ്ധരാമയ്യ. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനുള്ള സീറോ ട്രാഫിക് പ്രോട്ടോകോൾ പിൻവലിക്കാൻ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. സീറോ ട്രാഫിക് കാരണം നിയന്ത്രണങ്ങളുള്ള പാതയുടെ യാത്ര ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. രാവിലെ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് വിധാൻ സൗദിയിലേക്ക് പോകുമ്പോഴും വൈകിട്ട് തിരിച്ചുവരുന്നതിനിടയിൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾക്കെല്ലാം പോകുന്നതിന് സീറോ ട്രാഫിക് പ്രോട്ടോകോൾ പാലിക്കാറുണ്ട്. നഗരം സ്തംഭിപ്പിച്ചാണ് 10ഓളം അകമ്പടി വാഹനങ്ങൾ കടന്നുപോകാറ്. മുഖ്യമന്ത്രിയുടെ വാഹനം വരുന്നതിന് 10 മിനിറ്റ് മുൻപ് മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതാണ് രീതി. കാൽനട യാത്രയും സൈക്കിൾ യാത്രയും വരെ ഈ പ്രോട്ടോകോൾ പറഞ്ഞ് പോലീസ് തടസ്സപ്പെടുത്താറുണ്ട്. ഈ രീതിക്കാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറുതി വരുത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ ഗതാഗതക്കുരുക്ക് മാധ്യമങ്ങളിലൂടെയാണ് പലപ്പോഴും പുറം ലോകം അറിയാറുള്ളത്. 5 കിലോമീറ്റർ ദൂരം താണ്ടാൻ 1 മണിക്കൂറിനടുത്ത് സമയമെടുക്കുന്ന സന്ദർഭങ്ങൾ ബംഗളൂരുകാർക്ക് പുത്തരിയല്ല. റോഡ് എത്ര വികസിച്ചാലും എത്ര മേൽപ്പാലങ്ങളും അടിപ്പാതകളും പണിതാലും മെട്രോ റെയിൽ സർവീസ് തലങ്ങും വിലങ്ങും ഓടിയിട്ടും ഇവിടുത്തെ ട്രാഫിക് കുരുക്കിന് വർഷങ്ങളായി ഒരു മാറ്റവുമില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തെ അഭിനന്ദിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിൽ പൊതുജനങ്ങൾ. 2021 സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ ബൊമ്മയും തന്റെ വാഹന വ്യൂഹത്തിന് സീറോ ട്രാഫിക് പ്രിവിലേജ് ഒഴിവാക്കണമെന്ന് ട്രാഫിക് പോലീസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, ബംഗളൂരു.